ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂർ പോരാട്ട ചൂടിലേക്ക് കടന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ നമുക്ക് ഇന്നറിയാം. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതോടെ തന്നെ UDF പ്രചാരണത്തിലേക്ക് കടക്കും. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. UDF സ്ഥാനാർത്ഥി ആരെന്ന് നോക്കിയായിരിക്കും LDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം. നിലമ്പൂരിൽ നിന്ന് വിൻസ് വിജയനും അതുപോലെ വാർത്താമുറിയിൽ നിന്ന് B ദിലീപ്കുമാറും ചേരും. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ, നിലമ്പൂരിൽ കുറച്ച് മാസങ്ങൾ മാത്രം നീളുന്ന MLA പദമാണെങ്കിലും പോരിന് ഒരു കുറവും കാണത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അതേ SKN, ഇപ്പോൾ കനത്ത മഴയാണ് നിലമ്പൂരിൽ പെയ്യുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂട് അത് മുന്നണികളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നത് ഇനി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. അതിനുള്ള യോഗം ഇപ്പോൾ കൊച്ചിയിൽ നടക്കും. അല്പസമയത്തിനകം തന്നെ ആ യോഗങ്ങൾ നടക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് അതിലൊരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനാണ് അക്കാര്യത്തിലൊരു മുൻതൂക്കം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് UDF കടക്കുകയും ചെയ്യും. ആദ്യവട്ട ഒരു കൺവെൻഷൻ UDFിൻ്റെ ഭാഗത്തിന് മുൻപ് കഴിഞ്ഞിരുന്നു. അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് മുസ്ലിം ലീഗ് കൂടിയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വരികയാണെങ്കിൽ അത് VS ജോയി എല്ലാവരും ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനം എന്നതിലേക്ക് തന്നെയാണ് UDF ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ. ഒപ്പം തന്നെ LDFിനെ സംബന്ധിച്ച് UDFിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു തീരുമാനത്തിനനുസരിച്ചായിരിക്കും അവർ അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം കരുതുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ അതോ അല്ല LDFിനായി CPMൻ്റെ ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ഇപ്രാവശ്യം വരുമോ എന്നുള്ളതാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ U ഷറഫ് അലിയുടെ പേര് ഇപ്പോൾ ഫുട്ബോളിനൊക്കെ ഏറ്റവും കേളി കേട്ടിട്ടുള്ളൊരു മണ്ണാണ് നിലമ്പൂരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ U ഷറഫ് അലിയുടെ പേര് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനു മുൻപ് 2 തവണ ആര്യാടൻ മുഹമ്മദുമായിട്ട് മത്സരിച്ചിട്ടുള്ള പ്രൊഫസർ തോമസ് മാത്യുവിൻ്റെ പേരുമാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലൊരു അന്തിമ രൂപത്തിലേക്ക് എത്തണം. ചൊവ്വാഴ്ച ചേരുന്ന നേതൃയോഗത്തിന് ശേഷമായിരിക്കും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇനി പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് P ഷബീർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പ്രഥമ പരിഗണനയിലുള്ളത്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ ഒരു CPMലെ ഒരു മുതിർന്ന നേതാവ് തന്നെ രംഗത്തിറങ്ങണം എന്നുള്ള ഒരു വിഭാഗത്തിന് ഒരാവശ്യമുണ്ട്. അതുകൂടി ഒരു പക്ഷേ പരിഗണിച്ചേക്കാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ M സ്വരാജ് ഒക്കെ മത്സരിക്കാൻ എത്തുമെന്നൊക്കെയുള്ള ഒരു അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് അവർ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും ഒരു അവ്യക്തത വരികയാണ്. കാരണം ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് അത് കെട്ടിവെച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഒരു ആവശ്യമില്ല. അത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കാത്തൊരു തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വികാരമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും ആ ഒരു ആശയക്കുഴപ്പം BJPയെ സംബന്ധിച്ച് നിൽക്കുന്നു. എന്തായാലും LDFും UDFും ഇതൊരു അഭിമാന പോരാട്ടമായി കാണുന്നു. ഇവരെക്കാൾ കൂടുതൽ അത് PV അൻവറിനെ സംബന്ധിച്ച് ഒരു നിലനിൽപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയുടെ ഒരു ഉരക്കല്ലായിട്ട് തന്നെ മാറാവുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ PV അൻവറും സജീവമായി ഇതിനോടകം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് 9 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അത് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു വിവരം പുറത്തുവിടും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ സജീവമായി PV അൻവറുമുണ്ട്. PV അൻവർ മുതൽക്കൂട്ടാണ് എന്ന് UDF പറയുന്നു. ഒപ്പം തന്നെ ഒറ്റുകാരനാണെന്ന് LDFും പറയുന്നു എന്നുള്ള ആ ഒരു രാഷ്ട്രീയ ചൂടിലേക്ക്, ആ വാക്പോരിലേക്ക് നിലമ്പൂർ ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഇന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടുകൂടെ ആ ചൂട് ഏറുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. ഇവിടുത്തെ ഇപ്പോൾ ഈ വന്യമൃഗശല്യം, ഒപ്പം തന്നെ മഴ, അതിൽ അനുഭവിച്ചിട്ടുള്ള മലയോര കർഷകരുടെ പ്രതിസന്ധികൾ തുടങ്ങിയവയെല്ലാം തന്നെ സജീവ ചർച്ചയാകും. ഒപ്പം തന്നെ നിലമ്പൂർ ബൈപ്പാസ് ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി നിന്ന് ഞങ്ങളുടെ പ്രതിനിധി B ദിലീപ്കുമാർ കൂടി ചേർന്നു. ദിലീപ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ദിലീപ്, നിലമ്പൂരിലെ പോര് തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി ആരെ ആയാലും പോരിനൊരു കുറവും കാണില്ല എന്ന് നമുക്കറിയാം. നിലമ്പൂർ മഴയിൽ കുതിർന്നാലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അതിശക്തമായി നിൽക്കും. SKN, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി കൂടുതൽ സജീവമാകും എന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ അറിയാൻ കഴിഞ്ഞേക്കും. നേരത്തെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടിരുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കുമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിലായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എറണാകുളത്തായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്കാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിൽ ക്രോഡീകരിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നേരത്തെ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരുമുണ്ടായിരുന്നു. 2016 ഇരുവരും മത്സരിച്ചതാണ്. 2016 നിലമ്പൂരിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച് PV അൻവറിനോട് പരാജയപ്പെട്ടപ്പോൾ VS ജോയി മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദനോട് മത്സരിച്ച് അന്ന് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത്തവണ നിലമ്പൂരിൽ
ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് നടത്തേണ്ടത്. പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഈ നിലമ്പൂർ വരുന്നത്. രാഹുൽ ഗാന്ധി നേരത്തെ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു നേതാക്കളുടെ കൂടി അവസാനഘട്ട അനുമതി അതിനുവേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. മറുവശത്ത് CPIM ആകട്ടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എത്രയും വേഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനറുമൊക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ അത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇനിയും എത്തിച്ചേരാൻ LDF നേതൃത്വത്തിന് ആയിട്ടില്ല. നാളെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ ഇവിടെ ഉണ്ടായേക്കും. സ്വരാജിൻ്റെ പേരാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി എന്ന നിലയിലേക്ക്, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്ന വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് മണ്ഡലം, അത് ജില്ലാ പഞ്ചായത്തിലെ ആ ഡിവിഷൻ പിടിച്ചെടുത്ത അംഗത്തെ ഇത്തവണ മത്സരിപ്പിക്കണം എന്ന നേതാവിനെ ഇത്തവണ മത്സരിപ്പിക്കണമെന്ന നിലപാടിലേക്കും CPIM നേതൃത്വം ആ നിലയിലുള്ള ചർച്ചകളുണ്ട്. DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിൻ്റെ പേരുണ്ട്. അങ്ങനെ നിരവധി പേരുകൾ CPIM നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. പക്ഷേ ആരായിരിക്കും മത്സരിക്കുക, ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ നാളെ അറിയാൻ കഴിഞ്ഞേക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇന്നറിയാം. അല്പസമയം മുമ്പ് വിപിൻ സി വിജയൻ പറഞ്ഞതുപോലെ BJP ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത്തരം തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ. കഴിഞ്ഞ തവണ 4% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ ശ്രദ്ധ മറ്റു മണ്ഡലങ്ങളിൽ, ശക്തിയുള്ള മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് BJP സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. പക്ഷേ അന്തിമ തീരുമാനം BJPയും കൈക്കൊണ്ടിട്ടില്ല. സ്ഥാനാർത്ഥികളെല്ലാം അടുത്ത ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകും. അതോടുകൂടി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമാവുകയും ചെയ്യും. SKN B ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.